പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ആ വ്യക്തി നമ്മോടുകൂടി അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലായിരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ശക്തി കിട്ടുന്നത്. ശക്തി എന്തോ കിട്ടുന്നത്. അപ്പോ ഇന്ന് വരെ പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രാപിച്ചിട്ടില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം, പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടുണ്ടെന്ന് ഇതിനകത്ത് കരങ്ങൾ ഉയർത്തിയ സകലരും നിങ്ങളുടെ എന്താണ് ശക്തി, അത് മറ്റുള്ളവർ അത് കാണണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളിൽ നിന്നത് പുറപ്പെടണം. ഹാർഡ് വർക്ക് ഉണ്ട്, അതിന് പ്രയർ ലൈഫ് ഉണ്ടാകും, അതിന് വചനധ്യാനം ഉണ്ടാകും, അതിന് ദൈവത്തോടുള്ള ബന്ധം ദിനം പ്രതി വർദ്ധിച്ച് 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 അതൊരിക്കലും ഇല്ല. സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകും. വളർന്ന എല്ലാ അഭിഷിക്തന്മാരോടും ചോദിക്കണം, നിങ്ങൾ എങ്ങനെ വളർന്നു? നിങ്ങൾക്ക് എങ്ങനെ ഈ മസിലുണ്ടായി? നിങ്ങൾക്ക് എങ്ങനെ ഈ പവർ ഉണ്ടായി? നിങ്ങൾക്ക് എങ്ങനെ ഈ ശക്തി ഉണ്ടായി? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ പുറത്താകുന്നത് എങ്ങനെ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നത് എങ്ങനെ? നിങ്ങൾ അല്ലെങ്കിൽ ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പോൾ അഭിഷേകം ഇറങ്ങുന്നത് എങ്ങനെ? ചോദിക്കണം. ദൈവത്തിന്റെ ആലോചന പ്രകാരം, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ഞാനങ്ങ് നടന്നു 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 അവസാനം എന്ത് ചെയ്തു? എന്ത് ചെയ്തു? സനു ബ്രദറിന്റെ ഇഷ്ടങ്ങളൊന്നുമില്ല. സനു ബ്രദർ നിന്റെ ആഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെടുത്തുന്നു. സനു ബ്രദറിന്റെ മോഹം നഷ്ടപ്പെട്ടു, ജഡമോഹം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട് പിന്നെ ഒറ്റ ചിന്തയും ഞാനും ദൈവവും, ഞാനും ദൈവം, ഞാനും എൻ്റെ കർത്താവ്, ഞാനും അങ്ങനെ എന്ത് ചെയ്തെന്ന് അറിയൂ. അപ്പോ ഈ എന്നും ഇങ്ങനെ ദൈവത്തിന്റെ കരം പിടിച്ച് നടക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ തേജസ് സനു ബ്രദറിലേക്ക് വ്യാപരിച്ചു. സനു ബ്രദർ കുറഞ്ഞു. സനു ബ്രദറിൽ ആര് വളർന്നു? ദൈവത്തിന്റെ സാന്നിധ്യം വളർന്നു വളർന്നു വളർന്ന് ദൈവവും സനു ബ്രദറും വിളിച്ചു. നമ്മുടെ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച എല്ലാവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവെന്ന ദൈവം വസിക്കും. നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഈ ദൈവത്തെ കൊണ്ട് എവിടെ പോകണം. നേരത്തെ എന്ത് പറയാ, നമുക്ക് ഇടയ്ക്കാണെങ്കിൽ ദൈവത്തെ വിട്ടിട്ട് അവിടെ പോകണം. അവിടെ പോകാം, സിനിമയ്ക്ക് പോവാം, തിയേറ്ററിൽ സിനിമ കാണാൻ പോവാം. ദൈവത്തെ വിട്ടിട്ട് നമുക്ക് എവിടെ പോവാം? മദ്യപിക്കാൻ പോവാം. ദൈവത്തെ എന്നിട്ട് തിരിച്ചു വന്ന് ആരെ പിടിച്ചാൽ മതി? തിരിച്ചു വന്ന് ദൈവത്തെ പിടിച്ച് പണമെങ്കിലും പിന്നെ. പക്ഷെ ഇപ്പം ദൈവം പറയും, എന്ത് ചെയ്യാം, ഞാൻ നിന്റെ ഉള്ളിലിരിക്കുക. നീ തിയേറ്ററിനകത്ത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിന്റെ ഉള്ളിലിരിക്കുക. അപ്പൊ നീ എന്നെ കൂടെ എന്ത് ചെയ്യുക?